വെജ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്വാദിഷ്ടമായ ഒരു വെജിറ്റബിൾ കുറുമയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. 2 പൊട്ടറ്റോസ്, മീഡിയം പൊട്ടറ്റോസ് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, 1 ക്യാരറ്റ്, ഒരു 2 മീഡിയം സവാള തിന്നായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 4-5 പച്ചമുളക്. ഇനി കുക്കറിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. ഇനി ക്യാരറ്റ്, സവാള അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു വലിയ ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒരു 3 വിസിൽ വരുന്നത് വരെ, മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 വിസിൽ വന്നിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് തിളപ്പിച്ച്, നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് പശുവും പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ച് ഈ കറി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.